ഹായ് വെൽക്കം ഓൾ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നത് സൗദി അറേബ്യയിൽ കർഫ്യൂ ഫൈൻ ലഭിച്ചു കഴിഞ്ഞാൽ എങ്ങനെ അപ്പീലിൽ പോകാമെന്നുള്ളതായിരുന്നു. ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് അന്വേഷിച്ചൊരു കാര്യമാണ് നമ്മുടെ പേരിൽ കർഫ്യൂ ഫൈൻ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്ന മാർഗം എങ്ങനെയാണെന്ന് ചോദിച്ചുകൊണ്ട് ചില ആളുകൾക്ക് ഒരു പക്ഷേ മെസ്സേജുകളൊന്നും വന്നിട്ടുണ്ടാവില്ല. അങ്ങനത്തെ ആളുകൾക്ക് എങ്ങനെയാണ് കർഫ്യൂ ഫൈൻ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ ഇല്ലയോ നോക്കുന്നത് എന്ന് നോക്കാനാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും കൃത്യസമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. കർഫ്യൂ സമയത്ത് പുറത്തിറങ്ങുകയും ചെയ്ത് പോലീസ് പിടിച്ചു. പക്ഷേ ഫൈൻ ലഭിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല, മെസ്സേജുകളൊന്നും വന്നിട്ടില്ല. അപ്പോൾ അത് എങ്ങനെ നോക്കാമെന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണിക്കുന്നത്. അതിനായി നമുക്ക് വേണ്ടത് ഒരു ബാങ്ക് അക്കൗണ്ടാണ്, ഓൺലൈൻ ബാങ്കിങ് സംവിധാനമാണ് വേണ്ടത്. അത് നമുക്ക് തന്നെ വേണമെന്നില്ല, നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഉണ്ടായാലും മതി. അപ്പോൾ ആവശ്യമുള്ളവർക്കും ഇല്ലാത്തവർക്കും ഒരുപോലെ സഹായകരമാവുന്ന രൂപമാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് NCB ബാങ്ക് അക്കൗണ്ടാണ്. NCB ബാങ്കിൻ്റെ ഹോം പേജാണ് നിങ്ങൾ കാണുന്നത്. ഇതിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് സദാദ് എന്നുള്ള ഓപ്ഷനാണ്. വ്യത്യസ്ത ബാങ്കുകളിൽ ഓപ്ഷൻസ് എന്തായിരിക്കും, പല സ്ഥലങ്ങളിലായിരിക്കും കേട്ടോ. ഹോം പേജിൽ തന്നെ നമുക്ക് കാണാൻ പറ്റിക്കൊള്ളുന്നില്ല. സദാദ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഇതിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാം. അതിൽ മൂന്നാമതുള്ള ഗവൺമെൻറ് പേയ്മെൻറ്റ്സ് ആൻഡ് റീഫണ്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു വിൻഡോ ആയിരിക്കും ലഭിക്കുക. അതിൽ നമ്മൾ പ്ലീസ് സെലക്ട് എ ബില്ലർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നാഷണൽ പ്ലാറ്റ്ഫോം ഫോർ വയലേഷൻസ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളോട് പ്ലീസ് സെലക്ട് എ സർവീസ് എന്നും കൂടെ ചോദിക്കും. അതിലൂടെ നമ്മൾ പേ ബൈ വയലേറ്റർ ID ഫോർ എ സ്പെസിഫിക് കാറ്റഗറി. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു വിൻഡോ ആണ് ലഭിക്കുക. ഇതിൽ നിങ്ങൾ കണ്ടോ, രജിസ്റ്റേർഡ് എന്നും അൺരജിസ്റ്റേർഡ് എന്നുള്ള രണ്ട് ഭാഗം കാണാം. രജിസ്റ്റേർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് തന്നെയാണ് നോക്കുന്നതെങ്കിൽ നമുക്ക് ഈ രജിസ്റ്റേർഡ് എന്നുള്ള ഭാഗത്തു നിന്നാണ് നോക്കേണ്ടത്. അങ്ങനെ അതല്ല നമുക്ക് വേറെ സുഹൃത്തുക്കളുടെയൊക്കെയാണ് നോക്കാനുള്ളതെങ്കിൽ അൺരജിസ്റ്റേർഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ എനിക്ക് ഫൈന് കുടുങ്ങിയിട്ടുണ്ടോ എന്നുള്ളതാണ് ആദ്യം കാണിക്കുന്നത്. അതിൽ നമ്മുടെ ഇക്കാമൊക്കെ ഓൾറെഡി കണക്റ്റഡ് ആയതുകൊണ്ട് എന്തായിരിക്കും, ബാങ്കിൽ കണക്റ്റഡ് ആയിരിക്കുമല്ലോ സ്വന്തം ഇക്കാമാകുമ്പോൾ. അപ്പോൾ അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്യൂയിങ് എൻറ്റിറ്റിയിൽ നമ്മൾ മിനിസ്റ്ററി ഓഫ് ഇൻറ്റീരിയർ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കാറ്റഗറി, അതിൽ നമ്മൾ ഏത് എന്താണ് നമ്മൾ നോക്കുന്നത് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അഥവാ ഏറ്റവും താഴെയായിട്ട് പബ്ലിക് സെക്യൂരിറ്റി വയലേഷൻസ് ഓഫ് ദ കർഫ്യൂ എന്നുണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം നമ്മൾ റിക്വസ്റ്റ് പേയ്മെൻറ്റ് ഫീ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കണ്ടോ, നോ ഫൈൻസ് അവൈലബിൾ ഫോർ പേയ്മെൻറ്റ്. ഈ അക്കൗണ്ട് നമ്പറിൽ എന്ത് ചെയ്തിട്ടില്ല, ഫൈനൊന്നും കുടങ്ങിയിട്ടില്ല. ഇനി ഞാൻ അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള അഥവാ ഈ ബാങ്കിൽ കണക്റ്റ് ആയിട്ടുണ്ടാവില്ലല്ലോ, വേറെ ഉള്ള അക്കൗണ്ട് നമ്പർ ഒരിക്കലും ബാങ്കിൽ കണക്റ്റ് ആവില്ലല്ലോ. അപ്പം അങ്ങനത്തെ ഒരു ഫൈന് കുടുങ്ങിയ ഒരാളത് ഞാൻ കാണിച്ചു തരാം. ഇനി സെയിം മെത്തേഡ് തന്നെയാണ്. ഇഷ്യൂയിങ് എൻറ്റിറ്റിയിൽ നമ്മൾ എന്ത് ചെയ്യുക, മിനിസ്റ്ററി ഓഫ് ഇൻറ്റീരിയർ കാറ്റഗറിയിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കർഫ്യൂ എന്നുള്ള ഭാഗം സെലക്ട് ചെയ്യുക. ഇനി നോക്കുക, ഇനി നമ്മൾ റിക്വസ്റ്റ് പേയ്മെൻറ്റ് ഫീ എന്ന് അടിച്ചു കഴിഞ്ഞാൽ കണ്ടോ, നമുക്ക് 16 റിയാൽ ഈ വ്യക്തിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഫൈന് കുടുങ്ങിയിട്ടുണ്ട്. ഇനി ഫൈന് കുടുങ്ങാത്തവരാണെന്നുണ്ടെങ്കിൽ സെയിം നമ്മൾ നേരത്തെ കാണിച്ചല്ലോ അതേ രൂപത്തിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഇനി ഇത് പ്രൊസീഡ് എന്ന് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫൈന് അടക്കേണ്ടവർക്കാണെങ്കിൽ എന്ത് ചെയ്യുക, ആ ബാങ്കിൽ നിന്ന് നമുക്ക് അടക്കുകയും ചെയ്യാം. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാകുമെന്ന് തന്നെ വിചാരിക്കുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ സംശയങ്ങളും ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.